വാർത്തകൾ തുടരുന്നു. കടലാക്രമണം രൂക്ഷമായ കാസർഗോഡ് തൃക്കണ്ണാട്ട് മിനി ഹാർബർ വേണമെന്ന ആവശ്യം ശക്തമാക്കി മത്സ്യത്തൊഴിലാളികൾ. തീരദേശത്തെ കടലാക്രമണം നിയന്ത്രിക്കാനും മത്സ്യത്തൊഴിലാളികൾ ജീവിത നിലവാരം മെച്ചപ്പെടുത്താനും മിനി ഹാർബർ സഹായകരമാകുമെന്നാണ് ഇവരുടെ വാദം. വർഷങ്ങളായുള്ള മത്സ്യത്തൊഴിലാളികളുടെ ആവശ്യമാണ് തൃക്കണ്ണാട് കേന്ദ്രമായി മിനി ഹാർബർ നിർമ്മിക്കണമെന്നത്. പദ്ധതി രേഖകളിൽ മാത്രമായി ഒതുങ്ങുന്നു എന്നാണ് മത്സ്യത്തൊഴിലാളികളുടെ പരാതി. അധികാരികൾ കൃത്യമായി ഇടപെട്ടാൽ പദ്ധതി എത്രയും വേഗം യാഥാർത്ഥ്യമാകുമെന്നാണ് ഇവരുടെ വാദം. ആ ഹാർബർ വന്നാൽ തന്നെ ഈ കടലേറ്റ ഭീഷണി ഒരു പരിധി വരെ ചെറുത്ത് തോൽപ്പിക്കുവാൻ നമുക്ക് കഴിയും. പക്ഷേ രാത്രിയാകുമ്പോൾ ഒരു 9-9:30 മണിയോടുകൂടി കടലേറ്റം രൂക്ഷമായി ഈ ഭാഗങ്ങളിലെ വീടുകൾ വെള്ളം കയറി നിൽക്കുവാൻ പറ്റാത്ത സ്ഥിതി, ഇവിടെ താമസിക്കുവാൻ പറ്റാത്ത സ്ഥിതി സംജാതമായി. ഇപ്പോൾ ആ കടലേറ്റത്തിൽ വന്ന് അടിഞ്ഞുകൂടിയിരിക്കുന്ന മാലിന്യങ്ങൾ അത് നീക്കം ചെയ്യണമെന്നുള്ളതാണ് മറ്റൊരു ആവശ്യം. ടൂറിസം വികസനത്തിന് ഏറെ സാധ്യതയുള്ള ബീച്ച് കരയെടുത്തു പോകുന്നത് പതിവാണ്. ഹാർബർ യാഥാർത്ഥ്യമായാൽ കടൽ കരയെടുക്കുന്നത് കുറയും. ഇത് ബേക്കൽ കോട്ടയോടനുബന്ധിച്ച വിനോദസഞ്ചാര മേഖലയ്ക്ക് കരുത്തു പകരുന്നതാണ്. വർഷങ്ങളായി മത്സ്യത്തൊഴിലാളികൾ ആവശ്യപ്പെടുന്ന ഒരു അപേക്ഷയാണ് ഇവിടെ ഒരു മിനി ഹാർബർ ഉണ്ടായിരിക്കണമെന്നത്. അതിനുള്ള ഫണ്ട് കണ്ടെത്താനുള്ള മാർഗങ്ങൾ കളക്ടറടുത്ത് പോയി ചോദിക്കാറുണ്ട്. അതിനുള്ള ഫണ്ട് കണ്ടെത്താനുള്ള മാർഗങ്ങൾ ഞങ്ങൾ ചർച്ചയിലൂടെ പുരോഗമിക്കുകയാണെന്ന് മാത്രമാണ് കളക്ടർ പറയുന്നത്. ഇവിടെ ഈ ബേക്കൽ കോട്ടയും ഇവിടെ ഒരു കോടി രണ്ടും ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാണ്. ഇതിൻ്റെ ഇടയിൽ ഒരു ഹാർബർ ഉണ്ടായാൽ ഇവിടെ നമ്മുടെ ടൂറിസം നിലനിർത്താൻ പറ്റുകയുള്ളൂ. ടൂറിസത്തിന് പറ്റിയ കടപ്പുറം ഇന്നില്ല, എല്ലാം കടൽ കൊണ്ടുവരിക്കുന്നത്. ഈ കടൽ ഹാർബർ വന്നാൽ കര കൂടുതൽ കിട്ടും. അപ്പോൾ നമ്മുടെ ബീച്ച് നിലനിർത്താൻ പറ്റും. അതുകൊണ്ട് അതിലൂടെ നമുക്ക് നമ്മുടെ ടൂറിസത്തെ വികസിപ്പിക്കാൻ പറ്റും. വർഷകാലത്തെ രൂക്ഷമായ കടലാക്രമണം മൂലം നിരവധി വീടുകൾക്കാണ് കേടുപാടുകൾ സംഭവിച്ചത്. വേനൽക്കാലത്തെ കള്ളക്കടൽ പ്രതിഭാസവും പ്രതിസന്ധി സൃഷ്ടിക്കുന്നു. തൃക്കണ്ണാട് ക്ഷേത്രവും സംസ്ഥാന പാതയും നിലവിൽ കടലാക്രമണ ഭീഷണിയിലാണ്. കേരള വിഷൻ ന്യൂസ്, കാസർഗോഡ്.